ഖത്തറിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കുവൈറ്റും തുർക്കിയും ഇടപെടുന്നു. കുവൈറ്റ് അമീർ സൗദിയിലെത്തും. കര വ്യോമ മാർഗങ്ങൾ അടച്ചതോടെ ഖത്തറിൽ അവശ്യ വസ്തുക്കൾക്കും ക്ഷാമം. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നുണ്ട്. തത്സമയം അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. UAE, ബഹ്റൈൻ, യമൻ, ഈജിപ്ത് എന്നീ പ്രബല രാജ്യങ്ങൾ ഖത്തറുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതോടെ മേഖലയിലെ സ്ഥിതിഗതികൾ ഗുരുതരമാവുകയാണ്. പ്രശ്നപരിഹാരത്തിനായി കുവൈറ്റും തുർക്കിയും മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചു. പ്രശ്നം പരിഹരിക്കാൻ കുവൈറ്റ് സർക്കാർ ഇടപെടണമെന്ന് അവിടുത്തെ പാർലമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കുവൈറ്റ് അമീർ ഇന്ന് സൗദി സന്ദർശിക്കും. ഖത്തറിലെ പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് തുർക്കിയും അറിയിച്ചു. അമേരിക്കയുടെ ഇടപെടലാണ് പ്രതിസന്ധി വഷളാക്കിയത് എന്നാണ് ഖത്തറിന്റെ നിഗമനം. ലോകത്തിലെ എണ്ണ ഉൽപാദനത്തിന്റെ 3% കൈകാര്യം ചെയ്യുന്ന ഖത്തറിന്റെ കുത്തക തകർക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം കര വ്യോമമാർഗങ്ങൾ അടഞ്ഞതോടെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ ക്ഷാമത്തിലേക്കും ഖത്തർ നീങ്ങുന്നുവെന്നാണ് സൂചന. രാജ്യത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്ക വേണ്ടെന്ന് ഇറാൻ അറിയിച്ചു. ഖത്തർ ആവശ്യപ്പെട്ടാൽ 12 മണിക്കൂറിനുള്ളിൽ കപ്പൽ മാർഗം ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഖത്തറിലേക്കുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിച്ചതോടെ ടിക്കറ്റ് എടുത്തവർ കടുത്ത പ്രതിസന്ധിയിലാണ്. ഇന്ത്യയിൽ നിന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റുകളിൽ പോകുന്നവരെയും ഈ തീരുമാനം ബാധിക്കും. എന്നാൽ പ്രതിസന്ധി സ്വദേശികളുടെയും പ്രവാസികളുടെയും സാധാരണ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഖത്തർ സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഖത്തറിലെ 27 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ 6.25 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ്. ഇതിൽ 3 ലക്ഷത്തോളം മലയാളികളും. ഇവരാരും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം 2022 ഫുട്ബോൾ ലോകകപ്പിനായുള്ള ആതിഥേയ പ്രവർത്തനങ്ങൾ പുരോഗമിക്കവേ ഉണ്ടായ കടുത്ത ഗതാഗത നിയന്ത്രണം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കും. ലോകകപ്പ് ഇവിടെ നടക്കാനുള്ള സാധ്യതകളും പരിങ്ങലിലാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, പീപ്പിൾ TV. ആനന്ദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, ഒരുപക്ഷെ ഈ ഒരു വിഷയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു നയതന്ത്ര പ്രശ്നമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് മറ്റ് രാഷ്ട്രങ്ങൾ ഖത്തറിനോട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും, ആരിടപെടും എന്നത് തന്നെയായിരുന്നു അവിടെയും ഉയർന്നു വന്ന ചോദ്യം. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. കുവൈറ്റും തുർക്കിയും ഇടപെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏത് വിധത്തിലായിരിക്കും പ്രശ്നപരിഹാരം ഉണ്ടാവുക? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഖത്തറിന്? ഇന്നലത്തേതിന് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും ഗൗരവമാണ് ഈ വിഷയമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, യമൻ, ഈജിപ്ത് അടക്കമുള്ള ലോകത്തിലെ തന്നെ പ്രബല രാജ്യങ്ങളാണ് ഖത്തറിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയതുപോലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വളരെ പെട്ടെന്നുള്ള സമയം കൊണ്ട് ഒരു രാജ്യത്തിനെ എങ്ങനെ ഭീകരമായി ഒറ്റപ്പെടുത്താമെന്നതിൻ്റെ നേർചിത്രം കൂടി നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നു. സൗദി അറേബ്യയും UAEയും ബഹ്റിനും യമനും ഈജിപ്തും അടക്കമുള്ള പ്രബല രാജ്യങ്ങൾ ഒരു രാജ്യത്തിനെ ഒരു ദ്വീപ് പോലെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കര ഗതാഗത മാർഗങ്ങളും വ്യോമമാർഗങ്ങളും ഉൾപ്പെടെ അടച്ചുകൊണ്ട് ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ എത്തുന്ന നിലയിലേക്കുള്ള കടുത്ത പ്രതിസന്ധി ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന വലിയ ഭീകരാവസ്ഥയിലേക്കാണ് ഒരു രാജ്യത്തിനെ ഒറ്റപ്പെടുത്തുന്നത്. ഏത് ഭീകരബന്ധം ആരോപിക്കപ്പെട്ടാലും അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ മനുഷ്യരുടെ സ്വാഭാവികമായ മനുഷ്യാവകാശങ്ങൾ പോലും പരിഗണിക്കപ്പെടാത്ത, വിദേശികളായിട്ടുള്ള ആളുകളെ, പ്രവാസികളുടെ ജീവിതങ്ങൾ പോലും പരിശോധിക്കപ്പെടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സമയത്ത് സൗമ്യ പറഞ്ഞതുപോലെ നയതന്ത്ര തലത്തിൽ തീർച്ചയായും വിദേശ രാജ്യങ്ങളും മുഴുവൻ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടേണ്ടതിന്റെ ആവശ്യകത വലിയ അർത്ഥത്തിൽ കൂടുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് ഈ ഒരു തരത്തിലേക്ക് വിഷയങ്ങൾ കൊണ്ടെത്തിച്ചതെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ലോകത്തിന്റെ 1% എണ്ണ കൈകാര്യം ചെയ്യുന്ന കുത്തക കൂടിയാണ് ഖത്തർ. ഈ അടിത്തറ തകർത്തെറിയുക എന്ന ഉദ്ദേശം കൂടി ഇതിൽ പിന്നിലുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനകം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഖത്തർ പ്രതിസന്ധി പരിഹരിക്കാനായി കുവൈറ്റ് അമീർ സൗദിയിലെത്തും. വിവിധ രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിലൊക്കെയുള്ള ചർച്ചകൾ നടത്തുന്നു. പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ, ചെറിയ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇത്തരം ഇടപെടലുകൾ നടക്കുന്നത്.